Hi and welcome to Deniya's classes. അപ്പോൾ നമ്മൾ ഇന്ന് തുല്യ ത്രികോണം എന്ന ഫസ്റ്റ് ലെസണിലത്തെ സെക്കൻഡ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 15ത്തെ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ട് റൂളുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഒന്നുകൂടി ഓർത്തെടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ റൂളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങൾ നമ്മുടെ ക്ലാസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് റൂളുകൾ എന്തായിരുന്നു? അതായത് റൂളുകളായിട്ട് പറയുന്നില്ല, അത് മനസ്സിലാക്കിയിട്ട് പറയാം. അതായത് ഇപ്പോൾ രണ്ട് ത്രികോണങ്ങളുണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, ഈ ത്രികോണങ്ങളുടെ എല്ലാ വശങ്ങളും ഈ വശം ഈ വശം ഈ വശം അതേപോലെ ഈ ത്രികോണത്തിൻ്റെ ഈ മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ അതിൻ്റെ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത റൂൾ എന്താ പറഞ്ഞത്? ഈ ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും മറ്റു ത്രികോണത്തിൻ്റെ വശങ്ങളും തുല്യമാണെങ്കിൽ ഏത് കോണുകളായിരിക്കും ഈ തുല്യം എന്നാണ് പറയുന്നത്. അതായത് തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളായിരിക്കും തുല്യമാവുക. ഓക്കെ, അപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കൂ, ഇവിടെയാണ് ഈ ത്രികോണത്തിന്റെ 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കൂ. അപ്പൊ ഇതിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണുമായിരിക്കും തുല്യം. അത് നമ്മൾ എക്സസൈസിൽ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് റീകളക്ട് ചെയ്തൊന്ന് മാത്രം. ഇന്നത്തെ ക്ലാസ്സിൽ വേറെ റൂൾ, ജനറൽ റൂൾ 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം നമുക്ക്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമാണെങ്കിൽ അവരുടെ മൂന്നാമത്തെ വശവും അതേപോലെ തന്നെ മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഞാൻ റൂളൊന്ന് പറഞ്ഞു, അത് എന്താണെന്നുള്ളത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ രണ്ട് ത്രികോണങ്ങൾ വരച്ചു. ഓക്കെ, രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ വശം ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും, ഈ വശം ഒരു 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഈ ത്രികോണത്തിന്റെ ഈ വശം 5 സെന്റിമീറ്ററും ഈ വശം 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും ഇതിന്റെ അവ ചേരുന്ന കോണും, അതായത് ഈ കോൺ എന്ന് പറയുന്നത് ഒരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കും, ഇവിടെയും ഈ കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രി. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ, അപ്പൊ കണ്ടോ, രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ ഈ മൂന്നാമത്തെ വശവും അതേപോലെ തന്നെ മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. അപ്പൊ രണ്ട് വശങ്ങളും നേരത്തെ ഇതിലൊക്കെ നമ്മൾ ജനറൽ റൂള് പറഞ്ഞിരുന്നത് 3 വശങ്ങളെ പറ്റിയിട്ടായിരുന്നു. ഇതിൽ പറയുന്നത് രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ മറ്റേ വശവും അതുപോലെ മറ്റു രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഇതാണ് നമ്മുടെ ജനറൽ റൂൾ 3 എന്ന് പറയുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ പ്രോബ്ലം, അതായത് പേജ് നമ്പർ 15ത്തെ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുല്യമായ കോണുകൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുല്യമായ കോണുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആദ്യത്തെ ക്വസ്റ്റ്യന് ഈ രണ്ട് ത്രികോണങ്ങളിലെ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കുക. തുല്യമായ കോണുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായ കോണുകൾ. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഇത് എന്താ പറയാ, തുല്യ ത്രികോണങ്ങളാണോ എന്നുള്ളത് നമുക്ക് അറിയണം. തുല്യ ത്രികോണങ്ങളാണെങ്കിലാണല്ലോ ആ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ തുല്യ ത്രികോണങ്ങളാണോ നോക്കാനായിട്ട്, അപ്പൊ ആദ്യത്തെ ത്രികോണത്തിന്റെ ഒരു സൈഡ് 7 സെന്റിമീറ്ററും പിന്നത്തെ സൈഡ് 3 സെന്റിമീറ്ററും, പിന്നത്തെ ത്രികോണത്തിന്റെ ഒരു സൈഡ് 7 സെന്റിമീറ്ററും ഒരു സൈഡ് 3 സെന്റിമീറ്ററും, അവ ചേരുന്ന കോൺ എത്രയാണ്? ഇവിടെ 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും ഇവിടെയും രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമായതിനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ്
അറിയേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് തുല്യ കോണുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇവിടെ എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഏതാണ്? കോൺ സി. കോൺ സി ഈക്വൽ ടു ഇവിടെ ഏതാ? 3 സെന്റിമീറ്റർ അല്ല അടുത്തത്. ഈ 3 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഏതാണ്? കോൺ പി. അപ്പൊ കോൺ സി ഈക്വൽ ടു കോൺ പി. ഇനി അടുത്തത് 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എന്താണ്? കോൺ ബി ഈക്വൽ ടു ഇവിടെയും 7 സെന്റിമീറ്റർ, അതിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ ആർ. ഇനി അടുത്ത വശം നമുക്ക് തന്നിട്ടില്ല. ആ വശത്തിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ ക്യൂ ഈക്വൽ ടു ഇവിടെയും ഈ തരാത്ത ഈ വശത്തിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ എ. കിട്ടിയില്ലേ? എളുപ്പല്ലേ ചെയ്യാനായിട്ട്? ഓക്കെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ എതിരെയുള്ള കോണുകൾ ഈ നമുക്ക് ഇതിൽ തന്നെ നോക്കിയിട്ട് കണ്ടുപിടിക്കണം എന്നില്ല. നമുക്ക് അതിന്റെ വശങ്ങൾ നോക്കിയിട്ട് എതിരെയുള്ള കോണുകൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ശരിക്കും സാധിക്കും. നമുക്കതൊന്ന് നോക്കാം. അതായത് ഇവിടെ എതിരെയുള്ള ഇത് സമവശങ്ങൾ ഏതാണ്? ഇവിടുത്തെ ഈ ത്രികോണത്തിന്റെ സമവശം എന്ന് പറയുന്നത് എ സി ആണ്. ഈ ത്രികോണത്തിന്റെയും സമവശം എന്ന് പറയുന്നത് പി ക്യു ആണ്. ഓക്കെ. ഇനി ഇതിന്റെ എ സിയുടെ എതിരെയുള്ള കോൺ ഏതാന്ന് നമുക്ക് നോക്കാം. എയും സിയും അല്ലാതെ ഏതാണ് ഇനി കോണുള്ളത്? കോൺ ബി ഈക്വൽ ടു പിയും ക്യൂവും അല്ലാത്ത വേറെ ഏത് കോണാണുള്ളത്? കോൺ ആർ. കണ്ടോ? കോൺ ബി ഈക്വൽ ടു കോൺ ആർ. ഇനി അടുത്തത് 3 സെന്റിമീറ്റർ. ഇവിടെയുള്ളത് എ ബിക്കാണ് 3 സെന്റിമീറ്റർ. അതേപോലെ ഇവിടെയും 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ആർ ക്യൂ ആണ് 3 സെന്റിമീറ്റർ ഉള്ളത്. അപ്പൊ ഇതിന്റെ എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും അല്ലാത്ത മറ്റു കോൺ, അതായത് കോൺ സി ഈക്വൽ ടു ആറും ക്യൂവും അല്ലാത്ത മറ്റു കോൺ കോൺ പി, അതായത് കോൺ സി ഈക്വൽ ടു കോൺ പി. വളരെ സുഖമല്ലേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്? ഇനി അതേപോലെ തന്നെ ഇനി അടുത്തത് എന്ന് പറയുന്നത് ബി സി ഈക്വൽ ടു പി ആർ. അപ്പൊ ഇത് ബിയും സി അല്ലാത്ത കോൺ എന്ന് പറയുന്നത് കോൺ എ ഈക്വൽ ടു പിയും ആറും അല്ലാത്ത കോൺ എന്ന് പറയുന്നത് കോൺ ക്യൂ, അതായത് കോൺ ക്യൂ ഈക്വൽ ടു കോൺ എ. അപ്പൊ നമുക്ക് ഫിഗർ നോക്കണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ സൈഡുകൾ നോക്കിയിട്ട് ഇതിന്റെ വശങ്ങൾ നോക്കിയിട്ട് നമുക്ക് കോണുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് പ്രോബ്ലത്തിൽ എന്താണ് ഉള്ളത്? ഇതിന്റെയും തുല്യ കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതാൻ ഞാൻ മറന്നതാട്ടാ. ഓക്കെ. ആദ്യം തന്നെ ഇത് തുല്യ ത്രികോണങ്ങളാണോ എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമുക്ക് കോണുകൾ എത്രയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെയും 4 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ, അവിടെയും 6 സെന്റിമീറ്റർ. അവ ചേരുന്ന കോൺ ഇവിടെ 50 ഡിഗ്രി, ഇവിടെയും 50 ഡിഗ്രി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് തുല്യ ത്രികോണങ്ങളാണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ കോണുകൾ എഴുതാൻ എളുപ്പമാണല്ലോ. ഇനി 4 സെന്റിമീറ്ററിന്റെ ഇതിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എത്രയാണ്? കോൺ എം ഈക്വൽ ടു ഇവിടെയും 4 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ വൈ. അടുത്തത് 6 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ എൻ ആണ്. ഇവിടെയും 6 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ എക്സ് ആണ്. അടുത്തത് ഇത് തന്നിട്ടില്ല. ഇതിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ എൽ ആണ്. അതുപോലെ തന്നെ ഇവിടെയും തന്നിട്ടില്ല. അതിനെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് കോൺ സെഡ് ആണ്. എളുപ്പമായില്ലേ കണ്ടുപിടിക്കാനായിട്ട്? ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബൈ.